നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ചേർന്നിട്ട് ഒരു നിബിഡ വനത്തിലൂടെ എങ്ങോട്ടെന്നില്ലാതെ സഞ്ചരിക്കുകയാണ്. ആർക്കും തന്നെ അറിയാത്ത മലനിരകളിലൂടെ വളരെയധികം ആഹ്ലാദത്തോടു കൂടി തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോടൊപ്പം നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. വളരെയധികം ശക്തമായ രീതിയിലുള്ള തണുപ്പും നിശബ്ദതയുമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. എന്നാൽ പെട്ടെന്ന് നിങ്ങളുടെ കൂടെയുള്ളതിൽ ഏറ്റവും ആരോഗ്യവാനായിട്ടുള്ള നിങ്ങളുടെ ഒരു സുഹൃത്ത് യാതൊരു വിധത്തിലുള്ള റീസൺസും ഇല്ലാതെ തന്നെ പെട്ടെന്ന് അലറാനായിട്ട് ആരംഭിക്കുകയാണ്. അലറി ശബ്ദമുണ്ടാക്കുന്നതിനോട് പുറമെ തന്നെ അയാൾ താഴേക്ക് പതിക്കുകയും അയാളുടെ വായിൽ നിന്ന് വളരെ ശക്തമായ രീതിയിൽ രക്തം പുറത്തേക്ക് ചീറ്റാനായിട്ടും ആരംഭിക്കുന്നു. ഇതിനെ തുടർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകളും ഇതേ രീതിയിൽ വളരെയധികം വിചിത്രമായിട്ടും വൈകൃതമായ രീതിയിലും പെരുമാറാനായിട്ട് ആരംഭിക്കുന്നു. ചില ആളുകൾ ഇതുപോലെ നിലവിളിച്ചിട്ട് തങ്ങളുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായി വലിച്ചു കീറുകയും മറ്റു ചില ആളുകളാകട്ടെ ഇത്തരത്തില് തലയിൽ കൈവച്ചുകൊണ്ട് വളരെയധികം എന്തിനെയോ കണ്ട് ഭയപ്പെട്ടതുപോലെ നിലവിളിച്ചുകൊണ്ട് കാടിനുള്ളിലേക്ക് ഓടി മറയുകയും ചെയ്യുകയാണ്. കേൾക്കുമ്പോൾ ഒരു അർബൻ ലെജൻഡറി സ്റ്റോറി പോലെയോ അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറി പോലെയോ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുമോ? 1993 ആഗസ്റ്റില് റഷ്യയിലെ സൈബീരിയൻ മലനിരകളിൽ നടന്നിട്ടുള്ള വളരെ വിചിത്രവും ഭയാനകവുമായിട്ടുള്ള ഈ ഒരു സംഭവം ഇന്നും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള വളരെയധികം ക്രീപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഇൻസിഡന്റ് ആയിട്ടോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന 7 പേരിൽ 6 പേരും വളരെയധികം ദാരുണമായ രീതിയിൽ തന്നെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. എന്നാൽ എന്തുകൊണ്ടായിരുന്നു ആ 6 പേര് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്? അവരുടെ കൂടെ നിന്ന് സർവൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു യുവതി ലോകത്തിന് മുൻപിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന അനുഭവ കഥകൾ ലോകത്തെ മുഴുവൻ ഒന്നടങ്കം ഭയപ്പെടുത്തുന്ന കഥകൾ തന്നെയായിരുന്നു. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പരിശോധിക്കാം. എന്താണ് ആ ഒരു 7 സുഹൃത്തുക്കൾക്ക് അന്ന് ആ ഒരു മലയ്ക്ക് മുകളിൽ വെച്ച് സംഭവിച്ചത് എന്നതിനെ പറ്റിയിട്ടും ഇവരുടെ യാത്രയുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റിയിട്ടും ഒക്കെ വിശദമായിട്ട് തന്നെ നമുക്ക് പരിശോധിക്കാം. ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. ഈ ഒരു കഥയുടെ തുടക്കം തേടി ചെല്ലുന്ന സമയത്ത് നമ്മൾ എത്തിച്ചേരുന്നത് റഷ്യയിലെ ഖമാർദബാൻ എന്ന് പറയുന്ന മലനിരകളിലേക്കാണ്. ഖമാർദബാൻ എന്ന് പറയുന്ന മലനിരകള് റഷ്യയിലെ വളരെയധികം ദുരൂഹമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു പ്രദേശങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ കുറിച്ചിട്ട് അവിടെയുള്ള പരിസര പ്രദേശത്ത് താമസിക്കുന്ന ആളുകളോട് ചോദിക്കുന്ന സമയത്ത് തന്നെ അവര് പറയുന്ന കാര്യങ്ങൾ നമ്മളെ വലിയ രീതിയിൽ തന്നെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ആ ഒരു പ്രദേശത്ത് 1 മിനിറ്റ് മുൻപ് വരെ വളരെയധികം തെളിഞ്ഞ രീതിയിലുള്ള ഒരു കാലാവസ്ഥ നമ്മൾ കാണപ്പെടുകയാണെങ്കിൽ അടുത്ത നിമിഷം നമ്മൾ കാണുന്നത് വളരെ ശക്തമായ രീതിയിലുള്ള കാറ്റും മൂടൽ മഞ്ഞ് വന്ന് മൂടിയിട്ട് ആകെ ഇരുണ്ട ഒരു അന്തരീക്ഷവുമായിരിക്കും. പൂർണ്ണമായിട്ട് മറ്റൊരു ലോകത്ത് ചെന്നതുപോലെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും പിന്നീട് നമുക്കുണ്ടാവുന്നത്. ശക്തമായിട്ട് മഴയും കാറ്റും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രദേശം പ്രകൃതിയുടെ ശ്മശാന ഭൂമി എന്നാണ് അവിടെയുള്ള പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ വിശേഷിപ്പിക്കാറുള്ളത്. അങ്ങനെ 1993 ഓഗസ്റ്റ് 2-ാം തീയതി 7 പേരടങ്ങുന്ന ഒരു ട്രക്കിംഗ് സംഘം ഈ മരണമലയിലേക്ക് കാലെടുത്തു വെച്ചു. അവരുടെ മുൻവശത്ത് തന്നെയായിട്ട് വഴികാട്ടിയായിട്ട് ല്യൂഡ്മില കൊറോവിന എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ ഒരു സ്ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള അല്ലെങ്കിൽ ഈ ഒരു മലകളെ തന്റെ സ്വന്തം ഉള്ളം കൈ എന്നതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു ല്യൂഡ്മില എന്ന് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ആളുകൾക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഭയവും ഉണ്ടായിരുന്നില്ല. കാരണം ല്യൂഡ്മില എന്ന് പറയുന്നത് അത്രയധികം പരിചയ സമ്പത്തുള്ള ഈ ഒരു മലകളിൽ ഒരുപാട് ആളുകളെ കൊണ്ട് പോയിട്ടുള്ള അത്രയധികം പരിശീലനം നേടിയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ തങ്ങൾ ചെന്ന് പെടാൻ പോകുന്നത് ഒരു അപകടത്തിലേക്കാണ് എന്നുള്ള രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള ഫീലിങ്സും കൂടെ ഉണ്ടായിരുന്ന ആർക്കും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. തുടക്കത്തില് എല്ലാം തന്നെ വളരെയധികം ശാന്തമായ രീതിയിൽ തന്നെ ആയിരുന്നു കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ 5-ാം ദിവസം എത്തിയ സമയമായപ്പോഴേക്കും പ്രകൃതിയുടെ രൂപം പൂർണ്ണമായിട്ട് മാറാനായിട്ട് തുടങ്ങിയിരുന്നു.
ഓഗസ്റ്റ് 5 ഒരു വലിയ മലയുടെ മുകളിലൂടെ ഈ ഒരു സംഘം നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രകൃതിയുടെ പൂർണ്ണമായിട്ടുള്ള അന്തരീക്ഷം പൂർണ്ണമായിട്ട് മാറി ഇരുണ്ട് വലിയ രീതിയിലുള്ള കൊടുങ്കാറ്റും അതിശൈത്യവും അനുഭവപ്പെടാനായിട്ട് തുടങ്ങി. വളരെ ശക്തമായ രീതിയിൽ കാറ്റും വളരെയധികം ശക്തമായ രീതിയിലുള്ള തണുപ്പും അവരുടെ എല്ലാം ശരീരത്തിലേക്ക് അടിച്ചു കയറാനായിട്ട് ആരംഭിക്കുകയാണ്. എങ്കിലും ല്യൂഡ്മില എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെ നേതൃത്വം പ്രകാരം അവർ മുന്നോട്ടേക്ക് തന്നെ നടക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോഴാണ് ആ ഭയപ്പെടുത്തുന്ന സംഭവം അരങ്ങേറുന്നത്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന വിക്ടർ എന്ന് പറയുന്ന യുവാവ് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പും നൽകാതെ പെട്ടെന്ന് താഴേക്ക് നിലം പതിക്കുകയാണ്. താഴേക്ക് വീണതിന് പുറമേ തന്നെ അയാളുടെ കണ്ണുകൾ രണ്ടും പൂർണ്ണമായിട്ട് പുറത്തേക്ക് തള്ളി വരികയും അയാൾക്ക് ശ്വാസമെടുക്കാൻ കഴിയാതെ വരികയും ഇതിനെ തുടർന്നിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വളരെ ശക്തമായ രീതിയിൽ രക്തം പുറത്തേക്ക് ചീറ്റാനൊക്കെ ആയിട്ട് ആരംഭിക്കുകയാണ്. ഇത് കണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ബാക്കി ആളുകളൊക്കെ ഒന്നടങ്കം ഭയന്ന് വിറയ്ക്കുകയാണ്. വിക്ടറിനെ സഹായിക്കാനായിട്ട് ബാക്കിയുണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്നിട്ട് അവനെ താങ്ങി എടുക്കുകയും അവന് ഫസ്റ്റ് എയ്ഡുകൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും വിക്ടറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇതോടുകൂടിയിട്ട് വിക്ടർ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു സംഭവത്തോടു കൂടി അവരുടെ മുൻപിൽ ഒരു നരകവാതിൽ തുറക്കുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് കഴിയും. ഈ ഒരു സംഭവം നടന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ല്യൂഡ്മില എന്ന് പറയുന്ന ഇവർക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്ത്രീക്ക് ആ ഒരു പ്രദേശത്ത് വെച്ച് തന്നെ ഹൃദയാഘാതം സംഭവിക്കുകയും അവിടെ വെച്ച് തന്നെ ആ ഒരു സ്ത്രീ കുഴഞ്ഞു വീണ് മരണപ്പെടുകയും ചെയ്തു. ഇതോടുകൂടിയിട്ട് ബാക്കി ഉണ്ടായിരുന്ന ആളുകളിലേക്കൊക്കെ ഒരു പകർച്ചവ്യാധി എന്നതുപോലെ തന്നെ വിക്ടറിന് സംഭവിച്ചിട്ടുണ്ടായിരുന്ന വികൃതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങുകയാണ്. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളിൽ പല ആളുകളും വളരെ വൈകൃതമായ രീതിയിൽ വളരെ വിചിത്രമായ രീതിയിൽ തലയിൽ കൈകൾ വെച്ചുകൊണ്ട് അലറാനായിട്ട് ആരംഭിച്ചു. ചില ആളുകളാകട്ടെ വളരെയധികം ഭീകരമായ രീതിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും പൂർണ്ണ നഗ്നരായിട്ട് വളരെ വിചിത്രമായ രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിലവിളിച്ചുകൊണ്ട് കാടിനുള്ളിലേക്ക് ഓടി മറയാനൊക്കെ ആയിട്ട് ആരംഭിക്കുകയാണ്. മൊത്തത്തിൽ വളരെയധികം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു പിന്നീട് ആ ഒരു ഗ്രൂപ്പിനിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആളുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് മാനസിക നില തെറ്റി എന്നുള്ളൊരവസ്ഥയിൽ പൂർണ്ണമായിട്ട് എന്തോ കണ്ട് ഭയപ്പെട്ടതുപോലെ പൂർണ്ണമായിട്ട് തങ്ങളുടെ മനസ്സിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതുപോലെ തന്നെ ബിഹേവ് ചെയ്യാനായിട്ട് ആരംഭിച്ചു. തൻ്റെ കൺമുൻപിൽ ഇവയെല്ലാം നടക്കുന്നത് നോക്കിക്കൊണ്ടിരുന്ന വലന്റീന എന്ന് പറയുന്ന പെൺകുട്ടി മാത്രമായിരുന്നു ഈ ഒരു ഗ്രൂപ്പിനിടയിൽ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നത്. തൻ്റെ മുൻപിൽ ഇത്രയധികം ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നതോട് കൂടിയിട്ട് ബോധം കെടാനായിട്ട് തുനിഞ്ഞിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ബോധം കെടാനായിട്ട് തുടങ്ങിയിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു വലന്റീന എന്ന് പറയുന്നത്. എന്നാൽ അവൾ എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറം ലോകത്തേക്ക് എത്തുകയും അവൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയും വളരെയധികം ഭീതിപ്പെടുത്തുന്നവ തന്നെയായിരുന്നു. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഓരോന്നായി എൻ്റെ മുൻവശത്ത് നിലത്തേക്ക് പതിക്കുകയും അവരുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വരികയും അവർ എൻ്റെ കൺമുൻപിൽ വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്യുന്ന ഭീകരമായിട്ടുള്ള കാഴ്ചയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. കൂടാതെ എൻ്റെ സുഹൃത്തുക്കൾ വളരെയധികം ഭീകരമായി ഭ്രാന്തമായ രീതിയിൽ നിലവിളിച്ചുകൊണ്ട് കാടിനുള്ളിലേക്ക് ഓടി മറയുകയും അത്തരത്തിൽ വളരെ വൈകൃതമായിട്ടുള്ള ഒരുപാട് സ്വഭാവങ്ങളുമായിരുന്നു അവരിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതായിരുന്നു ആ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് അവർക്ക് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരൊക്കെ മരണപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരു വിധത്തിലുള്ള ഐഡിയകളും ആ ഒരു പെൺകുട്ടിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇവരിപ്പം മരണപ്പെടാൻ കാരണമായിട്ടുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം വിചിത്രമായ രീതിയിൽ എല്ലാ ആളുകളും പെരുമാറാൻ തുടങ്ങിയത് എന്നതൊക്കെ ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് വലിയൊരു പേടി സ്വപ്നം പോലെ തന്നെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. തൻ്റെ സുഹൃത്തുക്കൾ ഓരോന്നായി തനിക്ക് മുൻപിൽ രക്തം തുപ്പി മരിച്ചു വീഴുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന 17 വയസ്സുകാരിയായിട്ടുണ്ടായിരുന്ന വലന്റീന എന്ന് പറയുന്ന പെൺകുട്ടി ഭ്രാന്തമായിട്ടുള്ള ഭയത്തോട് കൂടിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് പിന്നീടുണ്ടായത്. എന്നാൽ പിന്നീടുണ്ടായിരുന്ന വലന്റീനയുടെ ജീവിതം പിന്നീട് ഉണ്ടായിരുന്ന മണിക്കൂറുകൾ എന്ന് പറയുന്നത് വലന്റീനയെ സംബന്ധിച്ച് ഒരു നരകയാതന തന്നെയായിരുന്നു. കാരണം ഇവര് എവിടെയെന്നില്ലാതെ ഏതോ ഒരു പ്രദേശത്ത് ഒരു ഗൈഡിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ഒരു മലമുകളിൽ ചെന്നിട്ടുണ്ടായിരുന്നത്. ഇവരിപ്പോൾ ആയിരിക്കുന്നത് ഒരു നിബിഡ വനത്തിന് ഉൾവശത്തായിട്ടാണ്. എങ്ങോട്ടേക്ക് പോകണമെന്നോ എവിടേക്കാണ് മനുഷ്യരെ കണ്ടെത്താൻ കഴിയുക എന്നതിനെ പറ്റിയിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള ഐഡിയയും ഇല്ലാതെയാണ് വലന്റീന അവിടെ നിന്ന് ഓടിയിട്ടുണ്ടായിരുന്നത്. പിന്നീടുണ്ടായിരുന്ന മണിക്കൂറുകൾ കഴിക്കാൻ ഭക്ഷണമോ കുടിക്കാൻ വെള്ളമോ ധരിക്കാൻ വസ്ത്രങ്ങളോ ഒന്നുമില്ലാതെ വളരെയധികം നരകയാതനയിലൂടെ കടന്നു പോയിട്ട് കൊടും ശൈത്യത്തിന്റെ സമയത്ത് ആ ഒരു കാടിനുള്ളിലൂടെ അവൾ എങ്ങോട്ടെന്നില്ലാതെ തനിച്ച് ഓടുന്ന ഒരവസ്ഥയാണ് പിന്നീട്
നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തൻ്റെ പിന്നാലെ എന്തോ പിന്തുടരുന്നുണ്ട് എന്നൊരു ഫീലിംഗ് ആ ഒരു കാട്ടിനുള്ളിലൂടെ ഓടിയ സമയത്ത് അവൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അവൾ പിന്നീട് പുറം ലോകവുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആരാണ് തന്നെ പിന്തുടരുന്നത് എന്ന് തിരിഞ്ഞു നോക്കാൻ പോലുമുള്ള ഒരു ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു മലയിൽ എന്തോ ഒരു അദൃശ്യമായിട്ടുള്ള ദുഷ്ടശക്തി ഉണ്ട് എന്നൊരു കാര്യത്തെക്കുറിച്ചിട്ട് ആ ഒരു പെൺകുട്ടിക്ക് ഉറപ്പായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് മാക്സിമം ഓടി രക്ഷപ്പെടാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു കാരണവശാലും ഇതിന്റെ കാരണം കണ്ടുപിടിക്കാനോ പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കാനോ ഒന്നും അവൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഏതാനും ദിവസങ്ങൾ ഇത്തരത്തിൽ വളരെ ക്രൂരമായ അല്ലെങ്കിൽ വളരെ ദയനീയമായ രീതിയിൽ സർവൈവ് ചെയ്തിട്ട് അവൾ കുറച്ച് മനുഷ്യരെ കണ്ടെത്തുകയാണ്. അങ്ങനെ മനുഷ്യരെ കണ്ടെത്തിയതിനു ശേഷമാണ് ആ ഒരു കാടിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഈ ഭീകര കഥകളൊക്കെ പുറം ലോകം അറിയുന്നത്. വിവരം അറിഞ്ഞിട്ട് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് ചെന്നിട്ടുണ്ടായിരുന്ന ആളുകൾ കാണുന്നത് വളരെയധികം ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു. പൂർണ്ണമായി തണുത്ത് മരവിച്ച് വസ്ത്രങ്ങളൊന്നുമില്ലാതെ പൂർണ്ണ നഗ്നരായി കിടക്കുന്ന 6 മൃതദേഹങ്ങൾ. എന്നാൽ അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന സമയത്ത് പോലീസുകാരും ശാസ്ത്രജ്ഞരും ഒരുപോലെ തന്നെ ഞെട്ടിപ്പോവുകയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം അവരുടെ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള മുറിവുകളോ ആനിമൽ അറ്റാക്കിൻ്റെതായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള പാടുകളോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിനുള്ളിൽ യാതൊരു വിധത്തിലുള്ള രോഗാവസ്ഥകളോ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ 6 പേര് ഒരുപോലെ തന്നെ മരിച്ച് താഴേക്ക് വീണത് എന്നുള്ളൊരു ചോദ്യം അവരുടെ എല്ലാം മനസ്സിൽ വലിയൊരു ക്വസ്റ്റ്യനായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്നിട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടായിരുന്ന ചില പ്രത്യേക റീസൺസ് ശാസ്ത്രലോകം മനുഷ്യർക്ക് മുൻപിലേക്ക് തുറന്നു വയ്ക്കുന്നുണ്ടായിരുന്നു. ഹൈപ്പോതെർമിയയും പാരഡോക്സിക്കൽ അൺഡ്രസ്സിങ്ങുമാണ് ഇതിനുള്ള കാരണം എന്നുള്ളതായിരുന്നു ആദ്യമായിട്ട് ശാസ്ത്രലോകം പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരീരം വളരെ ശക്തമായ രീതിയിൽ തണുക്കാനായിട്ട് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വളരെ അതിശൈത്യമായിട്ടുള്ള കാലാവസ്ഥയിൽ ശരീരത്തിലെ താപനില പൂർണ്ണമായിട്ട് താഴ്ന്നു പോവുകയും ശരീരം പൂർണ്ണമായിട്ട് മരവിക്കുന്നതോട് കൂടിയിട്ട് ബ്രെയിൻ പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാതെ വരുന്ന സമയത്ത് അതിശൈത്യത്തിലും തങ്ങളുടെ ശരീരത്തിന് വലിയ രീതിയിലുള്ള ചൂടാണ് എന്നുള്ള രീതിയിൽ ശരീരത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അതായത് ബ്രെയിൻ നോർമലായിട്ട് ബിഹേവ് ചെയ്യാതെ വരുന്ന സമയത്ത് ബ്രെയിനിൽ ഉണ്ടാവുന്ന ഒരു ഗ്ലിച്ച് മൂലം ഇത്തരത്തിൽ ശരീരത്തിന് വലിയ രീതിയിലുള്ള ചൂടാണ് എന്ന് അതിശൈത്യത്തിലും മനുഷ്യരുടെ ശരീരത്തിൽ ഫീൽ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ആണിത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ശരീരത്തിൽ നിന്ന് വസ്ത്രങ്ങൾ വലിച്ചു കീറി കളഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് ശാസ്ത്രലോകം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് അവർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റതായിരിക്കാം എന്ന് തുടങ്ങി, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സൈന്യങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിലിറ്ററി ബേസ് ആ ഒരു പ്രദേശത്തുണ്ടായിരുന്നു, അവരുടെ എന്തെങ്കിലും രഹസ്യ പരീക്ഷണങ്ങൾ, അതായത് കെമിക്കൽ ബോംബുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുന്ന ഒരു ഏരിയയിൽ ചെന്നപ്പോഴായിരിക്കാം അവർ ഇത്തരത്തിൽ മരിച്ചു വീണിട്ടുണ്ടായിരിക്കുക എന്ന് തുടങ്ങി ഒരുപാട് തിയറികൾ ശാസ്ത്രലോകം മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവയൊക്കെ കേവലം തിയറീസ് മാത്രമായിട്ട് അവശേഷിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവയ്ക്കൊന്നും യാതൊരു വിധത്തിലുള്ള തെളിവുകളും സപ്പോർട്ട് ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ വിശ്വസിക്കാനായിട്ട് ആളുകൾക്കുണ്ടായിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരിൽ നിന്ന് ഒരു പെൺകുട്ടി രക്ഷപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലെ ഭക്ഷ്യവിഷബാധയും അല്ലെങ്കിൽ ഇത്തരത്തിലെ കെമിക്കൽ ബോംബിങ്ങും ഒക്കെയാണ് ഇതിന് റീസൺ ആയിട്ടുണ്ടായിരുന്നതെങ്കിൽ ആ ഒരു പെൺകുട്ടിയെയും ഇത് അഫക്റ്റ് ചെയ്യുകയും ആ ഒരു പെൺകുട്ടി ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും ചെയ്യേണ്ടതാണ്. ആ ഒരു പെൺകുട്ടി മാത്രം രക്ഷപ്പെട്ടു വന്നത് ആളുകളെ വളരെ വലിയ രീതിയിൽ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. സംഭവം നടന്ന് 3 പതിറ്റാണ്ടുകളിലേറെ ആയെങ്കിലും ഇന്നും ഖമാർ ദബാൻ മലനിരകൾ വലിയൊരു നിഗൂഢതയായി തന്നെ അവശേഷിക്കുകയാണ്. ഇതൊരു പ്രകൃതി വരുത്തി വെച്ച ദുരന്തമായിരുന്നു, അതോ മനുഷ്യ മനസ്സിന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു അദൃശ്യ ശക്തിയുടെ സാന്നിധ്യമായിരുന്നു? എന്താണ് സത്യാവസ്ഥ എന്നതിനെ പറ്റിയിട്ട് ഇന്നും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് സീക്രട്ട് ബുക്ക് എന്ന് പറയുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി see you on the next chapter. Until then, it's me Jaswin from Secret Book signing off.